ഈ ഒരു ദിവസത്തെ വിഷയം കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ സംഭവിച്ച ദാരുണമായ സംഭവം. ഒരു സാധാരണക്കാരൻ ഒരു ആശുപത്രിയെ സമീപിക്കുന്നു, നെഞ്ചുവേദനയെ തുടർന്നാണ് അവിടെ ചെന്നത്. അവിടെയും ക്യൂ നിൽക്കണമെന്നുള്ള താൽക്കാലിക ജീവനക്കാരൻ്റെ ആ വലിയൊരു ശാഠ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ നഷ്ടപ്പെട്ടത് ഒരു വിലപ്പെട്ട ജീവനെയാണ്. അപ്പം ഈ പറഞ്ഞു വരുന്നത് ഭരണം മാറി, പക്ഷേ ഈ സിസ്റ്റം മാറിയോ? കോൺഗ്രസ് പ്രതിനിധിയോടാണ് ആദ്യത്തെ ചോദ്യം. ദീപാനി, ഭരണം മാറി സിസ്റ്റം മാറിയോ എന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റം ഒറ്റയടിക്കെടുത്ത് മറിച്ചു വെച്ച് ദോശ മറിക്കുന്നത് പോലെ മറിച്ചു വെച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സിസ്റ്റമല്ല കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സമൂലമായ മാറ്റം ആരോഗ്യരംഗത്തുണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ആരോഗ്യ മേഖലയിലെ തന്നെ ഒരു ഡോക്ടറെ സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വകുപ്പിനെ എങ്ങനെ ഉടച്ചു വാർക്കാമെന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. 2 മാസമാണ് ആയിട്ടുള്ളത് ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം. തീർച്ചയായിട്ടും അതിന് സമയം വേണം. പിന്നെ ഗവൺമെൻറ് മാറിയതൊന്നും അറിയാത്ത കുറേ ജീവനക്കാർ ഇപ്പോഴും ആരോഗ്യരംഗത്തുനിന്ന് മാത്രമല്ല മറ്റ് പല മേഖലകളിലുമുണ്ട്. അവരൊക്കെ തന്നെയും ഇപ്പോഴും അവരുടെ ആ ഒരു ഔദ്യോഗിക പദവിയുടെ, അത് സെക്യൂരിറ്റി ആണെങ്കിൽ അവിടെ മുതൽ അങ്ങ് മേളിലോട്ടുള്ളവർ ആ ഒരു ധാർഷ്യമൊക്കെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. തീർച്ചയായിട്ടും DMOയോട് ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ സമൂലമായ മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ പകർച്ചവ്യാധികൾ, നിപ്പ പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ ഫലപ്രദമായിട്ട് തടയാൻ നമുക്ക് കഴിഞ്ഞു. ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടത്ര സൗകര്യം ഉറപ്പാക്കണം. അതുപോലെ തന്നെ രോഗികൾ ബെഡില്ലാതെ തറയിലൊക്കെ കിടക്കുന്ന അവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണ്. പുലിയനാർ കോട്ടയിൽ കുറേ ബെഡുകൾ അവിടെ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ സജ്ജമാക്കിക്കൊണ്ട് രോഗികളെ നിലത്ത് കിടത്താതെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനങ്ങൾ വന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ജനറൽ ആശുപത്രിയെ അപ്ഗ്രേഡ് ചെയ്ത് മെഡിക്കൽ കോളേജ് ആക്കുന്നതിനുള്ള നടപടികൾ കൂടി ഈ ഗവൺമെൻറ് വന്ന് ഉടനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ്. പക്ഷേ ഈ മാറ്റത്തെക്കുറിച്ച് അറിയാത്ത കുറേ ജീവനക്കാർ ആരോഗ്യമേഖലയിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ ആ പഴയ പരമ്പരാഗതമായ രീതി പിന്തുടരുന്നത് അത് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള, ഇപ്പം നമുക്ക് ഒരു ആരോഗ്യമന്ത്രിക്കായാലും ഈ ഒരു സിസ്റ്റത്തിലായാലും അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടിനായാൽ പോലും ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം, പക്ഷേ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ അതിനെതിരെ നടപടികൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു മാതൃകയാകുന്നതും ഇത്തരം പ്രവണതകളിൽ നിന്ന് ജീവനക്കാർ പിന്മാറുന്നതും. അതുപോലെ ഇത്തരം പ്രവണതകൾ നേരത്തെ ഉണ്ടായപ്പോൾ കൃത്യമായ ശിക്ഷാ നടപടികൾ ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. രോഗികൾ വരുമ്പോൾ ഇതിനു മുൻപ് ഇതിന് സമാനമായ ഒരു സംഭവം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഗേറ്റ് തുറക്കാത്തത് കാരണം ഒരു രോഗി കുഴഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് സമാനം. അപ്പോൾ ഇവരുടെയൊന്നും മനസ്സ് മാറിയിട്ടില്ല, ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. ഗവൺമെൻറ് മാറി ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. പക്ഷേ ഇതിന് വരുന്ന ശിക്ഷാവിധികൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മാതൃകാപരമായിരിക്കും. ഇനി അങ്ങോട്ട് ഒരാളും ഇതുപോലെയുള്ള ഒരു രീതിയിലായിരിക്കും പെരുമാറാത്ത രീതിയിൽ, കുറേ കൂടെ കരുണയോടുകൂടി, അല്ലെങ്കിൽ ഒരു രോഗി വരുമ്പോൾ അവരോട് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ആശുപത്രിയിൽ അവർക്ക് ആശ്വാസം കൊടുക്കേണ്ട സ്ഥലത്ത് അവരോട് വളരെ റൂഡായിട്ട് പെരുമാറുകയും അവരുടെ രോഗത്തിനെ വകവയ്ക്കാതെ ഇവരുടെ ധാർഷ്ട്യം അവരുടെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയൊന്നും ഇനി നടക്കില്ല. തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും എന്താണോ ശിക്ഷാവിധി നൽകാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് നൽകി, അടിയന്തരമായി റിപ്പോർട്ട് നൽകി ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയെ വളരെ പോസിറ്റീവോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇതുവരെയുള്ള ഗവൺമെൻറ് ഇപ്പോൾ ഒരു ശൈശവ ഘട്ടത്തിലാണെന്ന് പറയാം. ഈ ഒരു ശൈശവ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ പനിയുടെ കാലമാണ്, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുന്ന സമയമാണ്, മഴക്കാലമാണ്. ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും വളരെ കരുതലോടുകൂടിയാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പറയാനുള്ളത്. ദിവാനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മനസ്സ് മാറിയിട്ടില്ല, ഭരണം മാറിയെങ്കിലും അത് ജീവനക്കാരുടെ കുഴപ്പമുണ്ട്. അന്നൊക്കെ നല്ല ശിക്ഷാവിധികൾ നൽകിയില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നാണ് ദീപാനിൽ പറയുന്നത്. അപ്പം ഞാനൊരു